വെക്കാം. നോക്കട്ടെ സാധനം എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ലൊരു ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഇപ്പൊ വീടിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. കുറെ സ്ഥലങ്ങൾ ഇതിൽ ഒരു ടൈപ്പ് ഓഫ് ഒരു പാറ്റേൺസ് ഈ ടൈപ്പ് വെറൈറ്റീസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതെന്ത് സാധനം ആക്ച്വലി? ഇത് നമ്മുടെ മൈക്ക് തന്നെയാണ്. മൈക്ക് തന്നെ പ്രീമിയം ഡിസൈൻസിൽ വരുന്നത്. പ്രീമിയം ഡിസൈൻ നമ്മൾ സാധാരണ ട്രഡീഷണലി കണ്ടുവരുന്നതിലൊക്കെ വെച്ച് വ്യത്യാസമുണ്ട്. എല്ലാ കസ്റ്റമറും വന്നിട്ട് ചോദിക്കുമ്പോൾ എന്താണ് ഒരു വെറൈറ്റി ഡിസൈൻസ്. എല്ലാവർക്കും അവരുടെ വീട് ഒരു വെറൈറ്റി ആക്കാനല്ല താല്പര്യം. അതൊരു ഫ്ലൂട്ടഡ് പാറ്റേണിലാണ് വരുന്നത്. മൈക്കാണെന്ന് പറയില്ല. അതെ, ഇത് ഒന്ന് ടച്ച് ചെയ്ത് നോക്കോ. നീ ഇതൊക്കെ ഇപ്പഴേ എല്ലാ വീട് പണിയൊക്കെ ഹൗസ് വാമിംഗ് കണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. മാർബിൾ ഫിനിഷ് വരുന്ന സാധനം. ഒരു ഗ്ലോസി അല്ല, മാറ്റാണ്. അതെ, മാറ്റിൽ വരുന്നതാണ്. യെസ്, ഇത് ഫ്ലൂട്ടഡിൽ വരുന്ന അടിപൊളി. കാണിക്കെല്ലാം കാണിക്കും. ഇത് കൊള്ളാം. ഇത് കുറച്ചൊരു വൈറ്റിഷ് ആണ്. ഇത് പക്ക ഒരു മാർബിൾ പോലെ ഇരിക്കുന്നല്ലോ. ഇതെങ്ങനെയുണ്ട്? ഇതൊക്കെ ഒന്ന് കാണുക. വീഡിയോ നിങ്ങൾ മാർക്കറ്റിൽ ഇപ്പൊ നോർമൽ കാറ്റലോഗിൽ ഈ ഡിസൈൻസ് ഒന്നും കാണില്ല. ഇത് നമ്മുടെ എക്സ്ക്ലൂസീവ് അല്ല. ഇതെന്നറിയോ, നോർമലി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിപ്പോൾ വീട് വെക്കുന്ന സമയത്ത് ഇങ്ങനെ മൈക്ക സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാറ്റലോഗ് തരും. ഞാനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കുറേ കളേഴ്സും പാറ്റേൺസും നമുക്ക് ഇഷ്ടപ്പെടും. എന്ത് കണ്ടാലും എൻ്റെ ഇത് ഇഷ്ടപ്പെടും. കസ്റ്റമർ അതിൻ്റെ അത് വീഴും. പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ടൈപ്പ് ഓഫ് ഒരു സാധനം. നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങളുടെ വീട്ടിലെ മാർബിൾ അല്ലെങ്കിൽ ടൈല് ഇതേ ഷേപ്പാണെന്ന് വിചാരിക്കുക. അതിനോട് സിമിലർ ആയിട്ടുള്ള മൈക്ക നിങ്ങളുടെ കബോർഡിൽ വന്നുള്ള ഫീൽ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. യെസ്, അടുത്തത് കൊള്ളാം. യെസ്, ഡിസൈൻ ഈ പാറ്റേൺ ഒക്കെ നേരത്തെ കണ്ടിട്ടുണ്ടോ? കൊള്ളാം. ഇത് ഒരു വെറൈറ്റി സാധനമാണ്. ഇതിൽ കംപ്ലീറ്റ് വെറൈറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ശരിയല്ല. ഇത് നോക്കി, ഇതാണ് ഒരു മാർബിൾ ഡിസൈൻ എന്ന് വിചാരിക്കാം. അവർക്ക് ചിലപ്പോൾ ഒരു ഈവൺ ആയിട്ട് എല്ലാം ഒരേപോലെ വേണം. ഇതേ ടൈപ്പിൽ ഇപ്പം ഓൾറെഡി മാർക്കറ്റിൽ മാർബിൾ ഡിസൈൻസിൽ മൈക്ക വരുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അത് നമുക്ക് ടച്ച് ചെയ്താൽ തന്നെ മനസ്സിലായി. യെസ്, ഇതൊരു ഒരു മാറ്റ് ഡിസൈൻസ്. യെസ്, ഈ ഡിസൈൻസ് അതിൽ നോർമലി വരുന്നില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ പോലെ തന്നെ, ഈ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ആർക്കിടെക്ട് ഓർ ഇന്റീരിയർ ഡിസൈനേഴ്സ് ഈ സാധനങ്ങൾ ഡിസൈൻ ചെയ്ത് നിങ്ങളെ കാണിക്കും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ ഇതേ സാധനങ്ങൾ ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് ഒന്ന് കസ്റ്റമർ ഫൈനലൈസ്. അതാണ് ഇതിന്റെ. ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു വരും മനുഷ്യനാണ്. അതുകൊണ്ട് അനുഭവം ഗുരു. അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് റിഫ്ലക്ട് ചെയ്യുന്ന സാധനത്തോട് വലിയ ഇതില്ല. പക്ഷെ എന്നാ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഭയങ്കര ഒരു ബോറടിക്കില്ല ഈ സാധനങ്ങൾ കാണുമ്പോൾ. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ നമുക്കിത് കൊള്ളാം. ഒരു ബ്ലൂയിഷ്, ഒരു വുഡൻ ഫിനിഷ് എന്തെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. വുഡൻ ഫിനിഷിൽ വരുന്നത് വുഡൻ ഫിനിഷ് നമ്മുടെ ഒരു വീക്ക്നെസ് ആയതാണ്. ഇവന് കൊള്ളാമെന്നാണ്. വുഡ് വരുന്നതല്ല, ഒരു വേറെ ടൈപ്പ് ഓഫ് കളർ. വേറെ ടൈപ്പ് ഇതൊക്കെ വന്നു കഴിഞ്ഞാലോ ഇതൊക്കെ ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഒരു കളർ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം. നോക്കിയാൽ ഈ കളറും ഈ കളറും തമ്മിലുള്ള കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഇതും ഒരു വൈറ്റും തമ്മിലുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഫീല് സാധനം വരും. ഇതും ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇവനും കൂടെയൊക്കെ ഒരു കളർ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ സംഭവം പൊളിക്കും. ശരിയല്ലേ? ഇതും ബ്ലാക്ക് ഒക്കെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. ബ്ലാക്കുമായിട്ട് വന്നാൽ ഇത് വീഡിയോയിൽ എത്രത്തോളം ആ ഒരു ഫീലിങ്സ് കിട്ടും അറിയില്ല. പക്ഷെ കാണാൻ എങ്ങനെയുണ്ട്? ടച്ച് ആൻഡ് ഫീൽ നല്ല അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമർ വന്നത് കാണട്ടെ അല്ലേ. ജിയോ ഇന്റീരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നിങ്ങളുടെ കണ്ണിൽ വിസ്മയം കൊള്ളുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അമീൻ അവരൊക്കെ ഒന്ന് പേഴ്സണലി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായും ഞാൻ അമീന്റെ നമ്പരൊക്കെ ഒന്ന് കൊടുക്കാം. തീർച്ചയായും. അപ്പൊ അടുത്ത വീട്ടിൽ വേറെ പ്രൊഡക്റ്റ് കാണാം. തീർച്ചയായും.